Welcome to Flavors of Thailand. പട്ടാലയിലെ രാത്രികാലങ്ങളെല്ലാം വളരെ സജീവമാണ്. ഇവിടെ രാത്രി ഉറങ്ങാറില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് രാത്രികാലങ്ങളിൽ തന്നെയാണ്. അപ്പോൾ പകലെക്കാട്ടിലും കൂടുതൽ നൈറ്റ് ലൈഫ് ഇവിടെയാണ്. പകൽ ലൈഫ് കുറവാണെന്ന് തന്നെ പറയാം. ചില ഏരിയാസിൽ പകലാണ് ഏറ്റവും രസകരമായ അനുഭവങ്ങൾ. പക്ഷേ രാത്രികാലങ്ങൾ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര കളർഫുള്ളാണ്. ഷോപ്സ് എല്ലാം തുറന്നിട്ടുണ്ടാവും, ആൾക്കാരെല്ലാം വെളിയിലാണ്. ഫുഡ് കോർട്ട്സും ഭക്ഷണശാലകളും എല്ലാം വളരെ സജീവമായിരിക്കും. എന്താ പറയേണ്ടത്, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു ഉറങ്ങാത്ത നഗരം പോലെയാണ് പട്ടായ രാത്രികാലങ്ങൾ. അതുകൊണ്ട് തന്നെ രാത്രി ഞാനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് പല കാഴ്ചകളും. അപ്പോൾ ഇപ്പോൾ നടന്ന് എത്തി നിൽക്കുന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ നാട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ പേര് ഇൻഡിഗോ. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണണ്ടേ? നമസ്കാരം. ഇതാണ് മിസ്റ്റർ മാത്യു, ഇൻഡിഗോ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ദാറ്റ് ഈസ് 21 ഇയേഴ്സ് ആയി അല്ലേ? 21 വർഷമായിട്ട് ഇവിടെ. അന്ന് തൊട്ടേ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലാണോ സ്റ്റാർട്ടിങ്? ടെക്സ്റ്റൈൽസ്. അവിടെ നിന്നാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് മാറിയത്. ട്രാവൽ ഏജൻസി രണ്ടുമുണ്ട്. ആൻഡ് പാക്കേജസ് അങ്ങനെയൊക്കെ, അതായത് ടൂർ പാക്കേജ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെയും കുറേ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് കസ്റ്റമേഴ്സ്? കൂടുതലും മലയാളീസ് വരാറുണ്ടോ, ഇന്ത്യൻസ് മാത്രമാണോ? ഓക്കെ, മോസ്റ്റ് ഓഫ് ദം. പിന്നെ ഇത് കൂടാതെ യൂറോപ്യൻ ഗസ്റ്റുകളും ഉണ്ടാവും. ആഹാ. ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ എന്താ പറയണ്ടത്, നാടിനെ ഓർമ്മിപ്പിക്കുന്ന നല്ല ഇഡലിയും അങ്ങനത്തെ കാര്യങ്ങൾ, ഇഡലി, ദോശ, പൂരി, മസാലയൊക്കെ വളരെ നല്ല ഫുഡാണ്. ഈവൻ ലഞ്ചൊക്കെ നമ്മുടെ നാട്ടിലെ ലഞ്ച് ഇവിടെ കൊടുക്കാറുണ്ടല്ലോ അല്ലേ? കേരള മീൽസ്. ഓക്കെ. ഊണ് റെഡി. ദേ നോക്കൂ, അതൊരു നല്ല നൊസ്റ്റാൾജിക് സാധനമാണ്. ഇവിടെ വരുമ്പോഴേ നമ്മൾ പട്ടായയിൽ മലയാളത്തിൽ ഊണ് തയ്യാറെന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു നല്ല രസമല്ലേ? ഒരു മലയാളിക്ക് ഭയങ്കരമായിട്ട് ഗൃഹാതുരത്വം തോന്നുന്ന കാഴ്ചയാണ്. നമ്മൾ 2-3 ദിവസത്തേക്ക് വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു പക്ഷേ കൂടുതൽ സമയം ഇവിടെ ജീവിക്കുന്നവർക്കും അല്ലേ ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ രാത്രി ഭയങ്കര സജീവമാണോ ഇവിടെ കാര്യങ്ങൾ? ഓക്കെ. അപ്പോൾ നമ്മളൊന്ന് ഈ റെസ്റ്റോറൻറ്റിൽ മിസ്റ്റർ മാത്യുവിൻ്റെ പാർട്ട്ണറാണ് മിസ്റ്റർ ദേവ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇദ്ദേഹവും ഒരു ഇന്ത്യനാണ്, പക്ഷേ നോർത്ത് ഇന്ത്യൻ അല്ലേ? നോർത്ത് ഇന്ത്യൻ, പക്ഷേ ഫ്രം ഡൽഹി. ആൻഡ് യു ആർ സെറ്റിൽഡ് ഹിയർ ഫോർ 19 ഇയേഴ്സ്. 19 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. യുവർ വൈഫ് ഇസ് എ തായ് നേറ്റീവ്? ഓക്കെ 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 അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. പുള്ളിക്കാരൻ ഒരു ബിൽഡറാണ്, പ്ലസ് ഇവിടെ ഒരു സ്കൂൾ നടത്തുന്നു. ഒരു തായ് ഏരിയ വിവാഹം കഴിച്ചിട്ട് ഇവിടെ സെറ്റിൽ ചെയ്താണ്. 19 ഇയേഴ്സായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് പാർട്ട്ണറും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ എന്ത് കാര്യം വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിലും പട്ടായയിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ എനിക്കിതൊരു ഭയങ്കര സഹായമാണ് ഇവിടെ വന്നപ്പോൾ. എനിക്ക് ഒരുപാട് ഇൻപുട്സ് കിട്ടുന്നുണ്ട് ഇവരുടെ ഭാഗത്ത്. പിന്നെ നല്ല ചായ കുടിക്കണമെങ്കിൽ അല്ലേ? അപ്പോൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ നേരെ ഇൻഡിഗോ റെസ്റ്റോറൻറ്റിൽ വരിക. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, നല്ല ഒന്നാം തരം ചായ ഇവിടെ വളരെ സ്പെഷ്യലാണ്. പണ്ട് തൊട്ടേ ചായ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ ധാരാളം ഉണ്ടെന്ന് പറയുന്നത്. ഇവിടുത്തെ ചായ വളരെ സ്പെഷ്യൽ. ഓക്കെ.
ഇൻഡിഗോ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഞാൻ യാത്രയാവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന എല്ലാവർക്കും അല്ലേ, ഇവിടെ ഇൻഡിഗോ റെസ്റ്റോറൻറ്റിൽ വരാം, ഇവിടുത്തെ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡ് കഴിക്കാം. ഓക്കെ ദെൻ, സീ യു, ബൈ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു ഭയങ്കര സഹായമാണ്, ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാം സഹായം ഉണ്ടാകും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇവിടെ വരണം എന്ന് തോന്നി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, ഓക്കെ. കംപ്ലീറ്റ് മസാജ് പാർലേഴ്സൊക്കെ സജീവമായി കഴിഞ്ഞു. ഫുഡ് മസാജ്, തായ് മസാജ്, ഫുൾ ബോഡി മസാജ്. അപ്പം പിന്നെ എന്താ പറയുക, അപ്പോൾ സാധാരണഗതിയിൽ വളരെ പ്രൈവസിയുള്ള സ്ഥലമാണ്, അങ്ങനെ അലൗ ഇല്ല. പക്ഷേ ഈ ഒരു മസാജ് പാർലർ പെർമിഷൻ തന്നിരിക്കുകയാണ് ഉള്ളിൽ പോയി കാര്യങ്ങൾ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പോയി കാണാം. താഴെയാണ് ഫുഡ് മസാജൊക്കെ, മേളത്തെ പോർഷനിലാണ് ഫുൾ ബോഡി മസാജ്. ഫേമസ് തായ് മസാജാണ് കാണാൻ പോകുന്നത്. ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും അപ്പോൾ ഇതാണ് ടിപ്പിക്കലായിട്ടുള്ള തായ് മസാജ്. ഇത് ഓയിൽ മസാജ് അല്ല, ഇറ്റ്സ് തായ് മസാജ്. അപ്പോൾ നന്നായിട്ട് ബോഡി ഫുൾ മസാജ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നല്ലൊരു എനർജി കിട്ടും, നമുക്ക് ബോഡിയൊക്കെ വളരെയധികം റിലാക്സ്ഡ് ആവും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ, ധാരാളം കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ അധികം ആൾക്കാരെ കാണിക്കാറില്ല, അവരുടെ പ്രൈവസിയാണ്. എങ്കിലും എന്താണ് തായ് മസാജ് എന്നുള്ളൊരു ഇത് മനസ്സിലാക്കാനാണ്. അപ്പോൾ എല്ലാം ഓയിൽ മസാജും അറോമ മസാജും അല്ല. തായ് മസാജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓയിലൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബോഡി മസിൽസിനെയൊക്കെ ഇടിച്ച് നന്നായിട്ടൊരു എന്താ പറയുക, ചവിട്ടി തിരുമുന്ന പോലെ ഒരു രീതിയാണ്. റെസ്റ്റ് മസാജ് എന്നുള്ള ഈ ഒരു പാർലർ പുള്ളിക്കാരിയാണ്, ഷീസ് ദ ഓണർ. അപ്പോൾ നമ്മൾക്ക് പെർമിഷൻ തന്ന ആളാണ് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ കാണാൻ. സാധാരണ ആരും അങ്ങനെ അലൗ ചെയ്യില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ തായ് മസാജ് എന്ന് പറഞ്ഞാൽ എന്താണ്. പല തെറ്റിദ്ധാരണകളുണ്ട് ഈ തായ് മസാജിൻ്റെ കാര്യത്തിൽ. തെറ്റിദ്ധാരണ എന്ന് വേണ്ട, ഇതൊരു നല്ല റിലാക്സേഷനാണ്. ഇത് സ്ത്രീകൾക്ക് ആണ്, സ്ത്രീകൾ തന്നെയാണ് വന്ന് ചെയ്തത്. നല്ലത്. പിന്നെ വേറെ സ്ഥലങ്ങളുണ്ട്, പുരുഷന്മാരും സ്ത്രീകൾ പുരുഷന്മാർക്ക് മസാജ് ചെയ്യുന്ന സ്ഥലം, പുരുഷന്മാർ സ്ത്രീകൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം. പക്ഷേ എന്തായാലും പ്രോസസ്സും മെത്തേഡും ഒക്കെ സെയിമാണ്.
ഇങ്ങനെയാണ്. പിന്നെ ഇത് കൂടാണ്ടാണ് ഓയിൽ മസാജ് മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ജസ്റ്റ് ലെഗ് മസാജ് മാത്രമാണ്, റിലാക്സിങ്. അപ്പോൾ ലെഗ് മസാജ് ഭയങ്കര രസമാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പക്ഷെ ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ ഞാനൊരു ലെഗ് മസാജ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അറിയാം അതെങ്ങനെയാണ് അത്. അങ്ങനെ വീണ്ടും നമ്മൾ തിരക്ക് പിടിച്ച നഗരക്കാഴ്ചകളിലേക്ക് ഇറങ്ങാണ്. ഇതെല്ലാം റോഡ് സൈഡിലാണ്, 2 സൈഡിലായിട്ടും ഇങ്ങനെ ആക്ടിവിറ്റീസ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡാൻസിങ് ബാറാണ്. ഇത് ഇന്ത്യൻ ഡാൻസിങ് ആണ് കാണുന്നത്. അവിടെ ഹിന്ദി സോങ്സ് ഒക്കെയാണ് കേൾക്കുന്നത് ഈ ഭാഗത്ത്. തായ് നൈറ്റ് ക്ലബ്, ഇത് ക്ലബ്സാണ്, ഇങ്ങനെ ഡാൻസിങ് ക്ലബ്സൊക്കെ ഉണ്ട് ധാരാളമായിട്ട്. ഇതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു ബിയർ ഫ്രീ പ്ലസ് ഡാൻസിങ് കാണാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റൈല്, ഇന്ത്യൻ ലേഡീസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ റഷ്യൻസിൻ്റെ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ പട്ടായയുടെ രാത്രി കാഴ്ചകളും എല്ലാമായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. എല്ലാ രാത്രികളും ഇവിടുത്തെ നഗരവീഥികൾ വളരെ വളരെ സജീവമാണ്. നമ്മളിപ്പോൾ എല്ലാ നൈറ്റ്സും ഇങ്ങനെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഇനി കുക്കിംഗ് വിശേഷങ്ങൾ ധാരാളമുണ്ട്. നമ്മളിപ്പോൾ ശരിക്കും തായ്ലൻഡിൻ്റെ ഫ്ലേവർ തേടിയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ് വിഭവങ്ങളുടെ രുചി അറിയണ്ടേ. അപ്പോൾ അത്തരം കാഴ്ചകൾക്കായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് കോർട്ട്സ്, അങ്ങനത്തെ സ്ഥലങ്ങൾ. ഫിഷ് ഓക്കെ. അതായത് ഇങ്ങനെ ചെറുതായിട്ട് വറുത്തെടുത്ത മീനിൻ്റെ പീസസ്, ഒരു തരം ഇല, പിന്നെ കാന്താരി മുളക് ചതച്ചത്, ധാരാളം നിറച്ച് വെളുത്തുള്ളി ഇങ്ങനെ വളരെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഇത്ര കാര്യം എടുക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിനകത്തേക്ക് അജിനമോട്ടോ എല്ലാത്തിലും ധാരാളം അജിനമോട്ടോ ചേർക്കുന്നുണ്ട്. ഫിഷ് സോസ്, ഫിഷിൻ്റെ സോസ്, ഇത് ഓയിസ്റ്റർ സോസ്, ഇനി കുറച്ച് പെപ്പർ പൗഡർ. ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്കും ഇതെല്ലാം കൂടി ഇടുകയാണ്. എണ്ണയല്ല ഒഴിക്കുന്നത്, എണ്ണ ഒഴിച്ചില്ല. ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഒരു തവി ഒഴിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അതിനകത്തിട്ടിങ്ങനെ സോട്ട് ചെയ്യാണ്. അവരത് ഇങ്ങനെ വറുത്തെടുത്തു. അതെടുത്ത് എന്താ ചെയ്യാൻ പോണേ? കുറച്ച് വേവിച്ച ചോറാണത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഓക്കെ, ഇതാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇനി ഇത് മെനുവിൽ വെച്ചിട്ട് പറയാം. മെനുവിൽ കാണിച്ചിരിക്കുന്നത് സോട്ട് വാട്ടർ ക്രസ്. അതിൻ്റെ പേര്, ഇവിടുത്തെ പേര് പട്പാക്ക്. എനിക്കറിയാം. ശരി, പട്പക്ക
ഷെഡ് ഫാറ്റ് ഡാങ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് പേര് സോൾട്ട് വാട്ടർ ക്രസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വിച്ച് വൺ? ഇനി എല്ലാം പടം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതാണ് ഐറ്റം ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. വാട്ടർ ചെസ്റ്റ്നട്ടാണ്. വാട്ടർ ചെസ്റ്റ്നട്ട്, ബീൻസ്, ക്യാരറ്റ്സ്, കൊഞ്ച്, ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതെല്ലാം തന്നെ കോമ്പിനേഷൻസ് സോർട്ട് ചെയ്തിട്ട് റൈസിൻ്റെ കൂടെ കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഐറ്റം. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ ഇടാൻ പോകണമെന്ന് നോക്കിക്കോളൂ. അതിലേക്ക് ധാരാളമായിട്ട് ചെറുതായി അരിഞ്ഞ് ഗാർലിക്, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. എളുപ്പത്തിനാണ് ചെയ്യുന്നത്. തായ് ഫുഡ് ഭയങ്കര ഹെൽത്തി ഫുഡാണെന്നാണ് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ, ഓയിലിൻ്റെ ഉപയോഗമേ ഇല്ല എന്ന് തന്നെ പറയാം. ഇവർ ഓയിലല്ല അത് ആക്ച്വലി, കുറച്ച് സ്റ്റോക്ക് ആയാലും മതി അവർക്ക്, ചിക്കൻ സ്റ്റോക്ക്. അതെ, ഒഴിക്കുന്ന നോക്കും. ആദ്യം ഒരു അല്പം എണ്ണ ഉണ്ടായിരുന്നു, അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു. അജിനോമോട്ടോ ഇടുന്നു, കുറച്ച് പഞ്ചസാര ഇടുന്നു, ഷുഗർ, ഫിഷ് സോസ്, ഓക്കെ, ഓയിസ്റ്റർ സോസ്, കുറച്ച് കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡർ, തായ് കുക്കിംഗ്, തായ് കിച്ചണിൽ ഞാനും കൂടി തുടങ്ങിയിരിക്കുകയാണ് എക്സ്പെരിമെൻറ്റിങ്. ഫ്ലെയിം കൂട്ടി അതിന് നന്നായിട്ട് അതിനെ ഒന്ന് പുകച്ചെടുക്കും. അപ്പോൾ വാട്ടർ ചെസ്റ്റ്നട്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിലിപ്പോൾ വാട്ടർ ചെസ്റ്റ്നട്ട്, പ്രോൺസ്, ബീൻസ്, പയർ പോലെ, ഗ്രീൻസ്, ക്യാരറ്റ്, പിന്നെ ഒരല്പം ഓയിലും, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, അജിനോമോട്ടോ, ഷുഗർ, ഓയിസ്റ്റർ സോസ്, ഫിഷ് സോസ്, കുറച്ച് ഗാർലിക് ചോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇത് എന്തിൻ്റെ മുകളിലാണ് വയ്ക്കാൻ പോണേ? ഇത് ഇവരുടെ കറി പൗഡറാണ്. ദിസ് ഇസ് ഗ്രീൻ കറി പൗഡർ. ഓക്കെ, അതിനകത്തേക്ക് കുറച്ച് ക്രീം ഒഴിക്കണോ. അതിനകത്തേക്ക് കുറച്ച് അജിനോമോട്ടോ, കുറച്ച് പഞ്ചസാര, കുറച്ച് ഫിഷ് സോസ്, അപ്പം മധുരം, ഉപ്പ് എല്ലാം ആയി. പിന്നെ കുറച്ച് ഓയിസ്റ്റർ സോസ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഇത് ചില്ലി പേസ്റ്റിൽ നിന്നും കുറച്ച്, അപ്പോൾ ചില്ലി ഓയിലാണ് ഒഴിക്കുന്നത്. ചില്ലി പേസ്റ്റിൻ്റെ മേളിൽ ഇങ്ങനെ കുറച്ച് ഓയിൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കും, അതാണ് ചില്ലി ഓയിൽ, അതിങ്ങനെ ഒഴിക്കും. ഇനി ഇതിലേക്ക് 2 മുട്ട, ഇത്രയും കാര്യങ്ങൾ ചേർക്കുന്നു. ഇതിന് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ. കുറച്ച് എണ്ണ ഒഴിച്ചു. സ്ക്വിഡ് കണവ, വേവിച്ച കണവ, അതിലേക്ക് കുറച്ച് ഗാർലിക്, ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി, അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗ്രേവി. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റർ ഫ്രൈഡ് കറി സ്ക്വിഡ് എന്നാണ് അതിന് പറയുന്നത്. സ്റ്റർ ഫ്രൈഡ് കറി സ്ക്വിഡ്. അതിൻ്റെ ഇവിടുത്തെ പേര് കോങ്ക്രാറി. സ്റ്റർ ഫ്രൈഡ് കറി സ്ക്വിഡാണ്. ഇവിടുത്തെ തായ് പേര് കോങ്ക്രാറി എന്നാണ് പറയുന്നത്. കോങ്ക്രാറി, ഓക്കെ, ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പോങ്ക്രാറി എന്ന് പറയും. കണ്ടല്ലോ, അതിപ്പോൾ ആ മുട്ടയും കൂടി ചേർത്താൽ 2 മുട്ടയും, അതും ആ സ്ക്വിഡും ആ കറി പേസ്റ്റും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇനി കുറച്ച് ഇലകൾ ഇടാൻ പോവാണ്. സ്പ്രിംഗ് ഓണിയൻ, പച്ചമുളക്, കുറച്ച് മല്ലിയില, സെലറി ഉണ്ട്, എല്ലാം കൂടി ഇടാൻ പോകും. ഇപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ആ ഐറ്റവും റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ പേര്, ഇംഗ്ലീഷ് പേര് സ്റ്റർ ഫ്രൈഡ് കറി സ്ക്വിഡ്. കണവ കറി, പക്ഷേ അതിന് സ്റ്റർ ഫ്രൈ ചെയ്തു, അത് ഡ്രൈ ആക്കി. കോങ്ക്രാറി എന്ന് പറയുന്ന സ്ക്വിഡിൻ്റെ വിഭവം കണ്ടല്ലോ. ഇത് സ്റ്റർ
ഫ്രൈഡ് കറി സ്ക്വിഡാണ്. അപ്പോൾ ഇതിൻ്റെ കറി ഉണ്ടാക്കിയത് കറി പൗഡറും ഫ്രഷ് ക്രീമും പിന്നെ എന്താ ചില്ലി ഓയില്, കുരുമുളക് പൊടി, കുറച്ച് ഫിഷ് സോസ്, അജിനോമോട്ടോ, 2 മുട്ട, എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് ആണ് ആദ്യം എണ്ണയിലിട്ട് ഇങ്ങനെ ഇളക്കിയത്. അതിലേക്ക് വേവിച്ച സ്ക്വിഡ് പിന്നെ കുറച്ച് ഇല ഐറ്റം വെച്ച് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കും. സിമ്പിൾ. സ്റ്റാർ ഫ്രൈഡ് കറി സ്ക്വിഡാണിത്. കറി പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയിലുള്ള കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, കുക്കിംഗ് ക്രീം, പിന്നെ കുറച്ച് കാര്യങ്ങൾ, മുട്ട, ഫിഷ് സോസ്. വെരി നൈസ്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ, ഒരു കറി ഫ്ലേവർ. ഇവിടെ അങ്ങനെ അധികം നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. പക്ഷേ അത് തായ്ക്ക് അവർക്ക് റെഡ് കറി പേസ്റ്റ് ഉണ്ട്, ഗ്രീൻ കറി പേസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യമുണ്ട്. ഡിഫറെൻറ്റ്. ഞാനിതൊക്കെ കഴിക്കട്ടെ. നാളെ വീണ്ടും കാണാം. അതുവരെ